CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സ്ഥലം MLA M മുകേഷിനെതിരെ രൂക്ഷ വിമർശനം. മുകേഷിനെ കൊല്ലം ലോക്സഭാ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് വലിയ വിമർശനം ഉയർന്നത്. ഇതുകൂടാതെ കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെതിരെയും വിമർശനമുണ്ടായി. EPയുടേത് കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയിലല്ല. തെരഞ്ഞെടുപ്പ് ദിനത്തിലെ EPയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായി. സമ്മേളനത്തിലെ ചർച്ചയിലാണ് ഇത്തരം വിമർശനങ്ങൾ ഉയർന്നത്. വിവരങ്ങളുമായി M മനോജ് ചേരുന്നു. മനോജ്, CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സ്ഥലം MLA M മുകേഷിനെതിരെ രൂക്ഷമായ വിമർശനമാണല്ലോ ഉയർന്നത്. ഇതുകൂടാതെ EP ജയരാജനെതിരെയും വിമർശനങ്ങൾ ഉയർന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, മുകേഷിനെതിരെയും അതോടൊപ്പം തന്നെ EP ജയരാജനെതിരെയും ഒപ്പം AK ബാലനെതിരെയും വിമർശനം ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ മുതലാണ് ഇത്തരത്തിൽ ഈ ജില്ലാ സമ്മേളനം ആരംഭിച്ചു. അതിനുശേഷം പ്രതിനിധി സമ്മേളനം, റിപ്പോർട്ട് അവതരണം വന്നു. അതിനുശേഷമാണ് ഈ പൊതുചർച്ചയിലേക്ക് കടന്നത്. പൊതുചർച്ചയിലേക്ക് കടന്നപ്പോഴാണ് ഈ അതിൽ പങ്കെടുത്ത കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു, ഈ പ്രതിനിധികളുടെ ഇടയിൽ നിന്നും ഉണ്ടായിരുന്നു. അതിനു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി ഇത്തരത്തിലൊരു തർക്കം അല്ലെങ്കിൽ ഒരു വിമർശനം ഉണ്ടാകുന്നത്. ഇതിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കൈവശം ഇരിക്കുമ്പോഴാണ് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിനിധികൾ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയ പരാജയം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ ചടയമംഗലത്ത് നിന്നുള്ള പ്രതിനിധികൾ ഇക്കാര്യം ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനം, അത് സ്ഥാനാർത്ഥിയാക്കിയതിൽ ഒരു പരാജയം നേരിടേണ്ടി വന്നു എന്നുള്ള കാര്യമാണ്. അതായത് മുകേഷിനെ അല്ലാതെ മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ EP ജയരാജൻ, CPM സമന്നതനായിട്ടുള്ള നേതാവ്, അത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ദിനത്തിലുള്ള EPയുടെ വെളിപ്പെടുത്തൽ തിരിച്ചടിയായി എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു വിമർശനമാണ് ഈ 7 കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉന്നയിച്ചിരിക്കുന്നത്. EPയുടെ കമ്മ്യൂണിസ്റ്റിന് നിരക്കുന്ന രീതിയല്ല എന്നുള്ള കാര്യമാണ് ഈ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ AK ബാലൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ വലിയ തിരിച്ചടിയായി എന്നുള്ള വിമർശനങ്ങളുമുണ്ട്. എന്തായാലും പല രീതിയിൽ തന്നെയാണ് നേതാക്കൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നത്. കൊല്ലം ജില്ലാ സമ്മേളനം നേരത്തെ തന്നെ കരുനാഗപ്പള്ളിയിലടക്കം വിഭാഗീയത രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ ഏരിയ സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കാതെ, ലോക്കൽ സമ്മേളനങ്ങൾ പോലും പൂർത്തിയാക്കാതെ ജില്ലാ സമ്മേളനത്തിലേക്ക് കടന്നത്. ഈ സമ്മേളനം നടക്കുമ്പോഴാണ് ഇപ്പോൾ ഓരോ ഭാഗത്തു നിന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നത്. അതോടൊപ്പം തന്നെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ പ്രതിനിധികളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളൊക്കെ തന്നെ അതൃപ്തരാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് വളരെ വ്യക്തമാണ്. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് സ്ഥലം MLA M മുകേഷ്, അതുപോലെ തന്നെ പാർട്ടി നേതാക്കളായ EP ജയരാജൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ വിമർശനം ഉയർന്നിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും M മനോജ്.